അല്ലാഹുവേ പ്രവാചകരെ മദ്ഹ് ചെയ്യുന്ന സാലിഹീങ്ങളിൽ അവരെ ഇഷ്ടം വെക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, സഹാബ, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് വസ്തുക്കളാണ്. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് വസ്തുക്കളാണ്. ഒന്ന് അത്തീബു, സുഗന്ധമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സുഗന്ധമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മളും ഇഷ്ടം വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധം, ഒന്നാമത്തത്. അതുകൊണ്ടാണല്ലേ അറബികളെ നിങ്ങൾ കാണി 100 റിയാൽ ഉണ്ടെങ്കിൽ അവർ അതിലൊരു 75 റിയാൽ ചെലവഴിക്കാൻ നല്ല സുഗന്ധം വാങ്ങാനാണ്. നമ്മൾ കാണുന്നില്ല, മക്കത്തും മദീനത്തും ഒക്കെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പ്. ഇവിടെ പോയിച്ചല്ലേ ബുഖൂർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവരാണല്ലോ. കിട്ടുന്നതാകുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗവും സുഗന്ധങ്ങൾ വാങ്ങാൻ അവർ ഇഷ്ടപ്പെടും. നബിയോടുള്ള മഹബത്താണ്, നബിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് ഇങ്ങനെ അലമാരയിൽ വെക്കുന്നതല്ലാതെ അല്ലാഹു ഉപയോഗിക്കുന്നു. അതാണ് നമ്മളിൽ ഭൂരിഭാഗം. ഈ സാധനം കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ഒരു മഹ്റൂമിന് കൊടുക്കത്തുമില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നബിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധം. എന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് നിർഗളിക്കുന്നത് സുഗന്ധമാണ്. എന്നിട്ടും നബി സുഗന്ധം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പ്രാധാന്യം സുഗന്ധത്തിനുണ്ട് എന്ന് മനസ്സിലാക്കണം. നല്ല സുഗന്ധം വാങ്ങണം. ചില സാധനം അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സലാം പറഞ്ഞു അങ്ങനെ തൈറ്റ് അടിക്കരുത്. 3 ദിവസത്തേക്ക് പിന്നെ എഴുന്നേക്കൂല. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മയ്യത്തിനടിക്കുന്ന അങ്ങനെ തൈറ്റ് അടിക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സുഗന്ധം, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല അത്തർ വാങ്ങിയിട്ട് സുഗന്ധമുള്ളത് എപ്പോഴും ഉപയോഗിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും വാങ്ങണം. നമ്മൾ എപ്പോഴും സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. 2 നബിക്ക് ഇഷ്ടമുള്ളത്. രണ്ടാമത്തത് എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാതെ പ്രിയമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഇണകളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബ് അങ്ങനെ ഇഷ്ടം വെക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ നീ നിന്റെ ഹൃദയത്തിലേക്ക് തീരുമാനമെടുക്കണം. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വല്ലാതെ പ്രണയിക്കുന്നവനാകണേ. അവളല്ലാതെ മറ്റൊരു പെണ്ണിലേക്ക് നോട്ടം പാടില്ല, ഹറാമായ ചിന്ത പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വന്നിസാ, ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒന്നാമത്തത് സുഗന്ധമാണ് എങ്കിൽ രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ്. തീർന്നില്ല, റസൂലുള്ളാഹി മൂന്നാമതായി പറയുന്നു, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിസ്കാരത്തിനൂടെ കൺകുളിർമയായി നിലകൊള്ളലാണ് എനിക്ക് മൂന്നാമതായി ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ 3 വസ്തുക്കളാണ് ഇഹലോകത്തുള്ള എല്ലാ വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഈ വസ്തുക്കളെ പ്രിയം വെക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള 3 വസ്തുക്കളെ പറയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 3 കാര്യങ്ങൾ പ്രിയമുണ്ട് റസൂലേ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെയോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പറയൂ അബൂബക്കറേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സഹാബത്തിൽപ്പെട്ട പല ആളുകളും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അലിയാർ തങ്ങളടക്കം പലരും അവരുടേതാകുന്ന 3 മഹബ്ബത്തുകൾ പങ്കുവെക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ
തങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പങ്കുവെക്കുമ്പോൾ, അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതെല്ലാം കേട്ടു നിന്നതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, നബിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ, അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുമുഖം കണ്ടുകൊണ്ടിരിക്കലാണ് റസൂലേ. അവിടുത്തെ സന്തതസാരാരിയായി നിലകൊള്ളാൻ അല്ലാഹു അവസരം നൽകിയതാകുന്ന ഈ പാവപ്പെട്ട അബൂബക്കറിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അത് മറ്റൊന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നളറു ഇലാ വജ്ഹിക, തങ്ങളുടെ മുഖകമലം നോക്കലാണ്. തീർന്നില്ല. വജമഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക. നബിയേ, തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കലാണ്. പാടത്തും പറമ്പത്തും പണിയെടുത്തുകൊണ്ട് കിട്ടുന്നതായ സർവ്വ സമ്പാദ്യവും ജോലി ചെയ്ത് കിട്ടുന്നതായ സർവ്വരത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും എല്ലാം അവിടുത്തേക്ക് സമർപ്പണം. യാ റസൂലല്ലാഹ് വജമഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക. എന്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് സമർപ്പണമാണ് റസൂലേ. ഫിദാകാ ബി വ ഉമ്മി, എന്റെ മാതാപിതാക്കൾ അവിടുത്തേക്ക് സമർപ്പണമാണ് റസൂലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഫർ മാസം 27-ന് മക്കയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ അലി റളിയല്ലാഹു അൻഹുവിനെ പുതപ്പിട്ടുകൊണ്ട് തന്റെ കിടക്കയിൽ കിടത്തിയിട്ട് പ്രവാചകൻ ഇതാ പോകുന്നത് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാണ്. ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട മക്കയിൽ നിന്ന് ഇതാ ഗാറ് സൗറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 3 ദിവസം താമസിച്ചതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷണ വലയം നിർത്തുകൊണ്ട് ഗാറ് സൗറിൽ നബി തങ്ങളോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 724 അടി ഉയരത്തിലുള്ളതാകുന്ന വലിയ മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ തങ്ങളുടെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യമുണ്ടോ മുസ്ലിമേ? ഇതിനേക്കാൾ വലിയ ബറക്കത്തുണ്ടോ? പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിസ്കരിച്ചിട്ട് പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോ ഒരു ഹൽഖ കാണുകയാണ്. ഒരു കൂട്ടർ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും നല്ല ഉന്നതൻ അബൂബക്കറിനേക്കാൾ ഉമറാണ്. ഉമറിനാണ് വലിയതാകുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഉമറാണ് അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠൻ. ഇത് കേട്ടുകൊണ്ട് കടന്നു വന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവരോട് പറയുകയാണ്, പറയരുതേ, എന്നെയല്ല പുകഴ്ത്തേണ്ടത്, എന്നേക്കാൾ ഉന്നതൻ അബൂബക്കറാണ്. അറിയുമോ നിങ്ങൾക്ക് സഹബ, ലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറാ. അബൂബക്കറിന്റേതാകുന്ന ഒരൊറ്റ രാത്രി എന്റെ ജീവിതത്തിൽ കിട്ടുന്നതായ മുഴുവൻ ആയുസ്സിനേക്കാൾ, ഈ ഉമറിന്റേതാകുന്ന ആയുസ്സിനേക്കാൾ ഏറ്റവും വലുതാണ് സ്വഹാബ. ഏതാണ് ആ രാത്രി എന്നറിയുമോ? സഫർ മാസം 27 മുതൽ 3 ദിവസം പ്രവാചകരോടൊപ്പം താമസിച്ചതാകുന്ന അബൂബക്കറിന് ഒറ്റയ്ക്ക് കിട്ടിയതാകുന്ന രാത്രി എന്ന് പറയുന്ന ഗുഹയുടെ മുകളിൽ ശത്രുക്കളിൽ നിന്ന് കവചം തീർത്തുകൊണ്ട് റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ കിട്ടിയതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവസരം അതൊരു സാധാരണ രാത്രിയല്ല. ലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറാ.
ഉമറെന്ന് നിങ്ങൾ പറയുന്നതായി പാവപ്പെട്ട മനുഷ്യനില്ലേ, കിസറയുടെയും കൈസറിന്റെയും കോട്ട കുത്തകങ്ങളെ കിടുകിടാവിറപ്പിച്ച ഉമറെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഉമറില്ലേ? ലോകത്തോട് ഗാന്ധിജി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ വരേണ്ടത്. ഒരു സാധാരണ മനുഷ്യനല്ല ഉമർ. ഒരു വാതിലൂടെ പിശാച് വരുന്നു, അതിന്റെ മറ്റേ തലക്കിലൂടെ ഉമർ ഇതാ കാണുന്നു. ഉമറിന്റെ നിഴൽവട്ടം കണ്ടാൽ പിശാച് പുറത്തേക്ക് ഓടുമത്രേ. അത്രമാത്രം ഈമാനിന്റേതാകുന്ന സ്ഥൈര്യമുള്ള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന ഉമറിന് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ മുഴുവൻ ചെയ്തിട്ടുള്ളതായ എല്ലാ നന്മകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും അബൂബക്കറിന് ആ കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയോളം വരില്ല കേട്ടോ. അബൂബക്കറാണ് എന്നേക്കാൾ വലുത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അബൂബക്കറിന്റെ ഹൃദയം മുഴുവനും മുത്തുനബിയാണ്, റസൂലുള്ളാഹിയോടുള്ള പ്രേമമാണ്, ആ പ്രവാചകരോടുള്ള അനുരാഗമാണ്. എന്താണ് അബൂബക്കറെ നിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതികൾ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ മടിയില്ലാതെ അബൂബക്കർ വിളിച്ചു പറയുകയാണ്, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, തങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം റസൂലേ. തീർന്നില്ല വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക. രണ്ടാമത്തെ ആഗ്രഹവും കുടുംബമല്ല, രണ്ടാമത്തെ ആഗ്രഹം കച്ചവടമല്ല, രണ്ടാമത്തെ ആഗ്രഹം മറ്റൊന്നുമല്ല. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ അഭിലാഷവും ഏറ്റവും വലിയ ഇഷ്ടവും തങ്ങളാണ്. തങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി, തങ്ങളുടെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടലാണ് രണ്ടാമത്തെ ഇഷ്ടം റസൂലേ. തീർന്നില്ല റസൂലുള്ളാഹിയോട് മൂന്നാമത് പറയുകയാണ്, വത്തവസ്സുലു ബിഖറാബതിക. തങ്ങളോടുള്ള ബന്ധം ചേർക്കലാണ്, കുടുംബ ബന്ധം ചേർക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ സിദ്ദീഖയെ നബിയെ തങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നത് തങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിനപ്പുറം ഒരു കുടുംബ ബന്ധം കൂടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വത്തവസ്സുലു ബിഖറാബതിക യാ റസൂലല്ലാഹ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹവും അനുരാഗവും ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി തുറന്നു പറയുകയാണ് അബൂബക്കർ. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹവും അനുരാഗവും സുന്നികളാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ കൂടുതലായി ഭാഷണം നടത്തുന്നില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നാം. റസൂലുള്ളാഹിയുടെ മദ്ഹ് നമ്മൾ ചൊല്ലണേ. അല്ലാഹ് പോലും അവന്റെ നാമത്തിലേക്ക് ചേർത്ത് വെച്ച നാമമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്തുതിക്കവനാൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തിയാണ്. സ്തുതികീർത്തനങ്ങൾ ആലപിക്കേണ്ട വ്യക്തിയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല. ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന സർവ്വ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്. ഇറാഖിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന, ബഗ്ദാദിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന സിരിയുസ് സഖതി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന മഹാനാകുന്ന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഇറാഖിലെ വലിയ മഖാമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ എത്തിച്ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമ. അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാർ ചെയ്താൽ മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങളെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടിയാൽ തീർന്നില്ല. വലബിസ ജദീദ, നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ, വതഅത്തറ വതജമ്മല, നല്ല അത്തർ പൂശി നല്ലതുപോലെ പുതുവസ്ത്രം ധരിച്ച് നല്ല പ്രൗഢിയോടുകൂടി ഗാംഭീര്യത്തോടുകൂടി മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ, വഔഖദ സിറാജ, പള്ളികളും വീടുകളിലും മൗലിദ് ഓതുന്ന സദസ്സുകളും ഒക്കെ മനോഹരമായി ലൈറ്റ് ഇട്ടുകൊണ്ട് അലങ്കരിച്ചാൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഒന്നാം സ്ഥാനക്കാരാകുന്ന ആളുകളോടൊപ്പമാണ്, അംബിയാ മുർസലീങ്ങളോടൊപ്പമാണ് എന്ന് മഹാനാകുന്ന മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ലൈറ്റുകൾ, എന്തിനാണ് വീടുകൾ ഇങ്ങനെ ബൾബുകൾ ഇട്ട് അലങ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, എന്തിനാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നത് മൗലിദിന്റെ സദസ്സിൽ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, മഹത്തുക്കളാകുന്ന സർവ്വ മഹാന്മാരും അതിന്റെ മഹത്വം ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, നിരാലംബർക്ക് അവലംബമായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ ദീനിന്റെ വഴിത്താറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പരീക്ഷിച്ചിടത്തോളം ഏറ്റവും നല്ല പരീക്ഷണം ഞാൻ വിജയിച്ചത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലാണ്. അതിനേക്കാൾ ഉന്നതമായ പ്രതിഫലം മറ്റൊന്നുമില്ല, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് അത് എന്ന് മഹാനാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുക, അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അതിന് അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. മൗലിദ് ഓതുക അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാസീത വ്യക്തിയല്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്ത് കാണുകയാണ്. കാലിന്റെ ഭാഗത്തൊരു മുറിയുടെ പാട്. എന്ത് പറ്റി സലമാന്റെ കാലിൽ? സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിൽ എന്റെ കാലിൽ ശത്രുവിനാൽ ഒരു വെട്ട് വന്നു. നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ശത്രുവിനാൽ മുറിവ് പറ്റുകയുണ്ടായി, കാലതാ ഒടിഞ്ഞു തൂങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ശവമഞ്ചമിൽ ഇട്ടുകൊണ്ട്, മയ്യത്ത് കട്ടിലിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയാണ്. സ്വഹാബത്തിലെ ചിലരെ വിളിച്ചു പറയാൻ തുടങ്ങി, ഉസീബ സലമത്തിനെ ആ മരണത്തിലേക്ക് എത്തിക്കുന്ന മുറിവാണ് വന്നു ചേർന്നിട്ടുള്ളത്. മരണത്തിലേക്ക് പോകും കേട്ടോ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. കടങ്കാല് രക്തത്തിനാൽ കുളിച്ചിരിക്കുകയാണ്, രക്തമിതാ വാർന്നൊഴുകുകയാണ്. ശരീരത്തിൻ്റെതാകുന്ന ഏറ്റവും മാർദ്ദവമുള്ളതാകുന്ന അവയവമല്ലയോ, പരിപൂർണമായി ഇതാ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. മുറിക്കപ്പെട്ടതാകുന്ന കാലമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, കാരുണ്യ
കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മലതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയാണ്. ഡോക്ടർമാരുടെ ചാരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സലമ വിളിച്ചു പറയുന്നു, പോകല്ലേ, എന്നെ കൊണ്ടുപോകേണ്ടത് ഏറ്റവും വലിയ ഡോക്ടറാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചാരത്തേക്ക് സലമയെ കൊണ്ടുവന്ന് കടത്തുകയാണ്. സലമ പറയുകയാണ്, നബിയേ നബിയേ, എന്റെ കാല് എനിക്ക് തിരിച്ചു വേണം റസൂലേ. ഏതൊരു യുദ്ധത്തിലാണോ എനിക്ക് വെട്ടേറ്റത് അതേ യുദ്ധത്തിൽ തന്നെ എനിക്ക് യുദ്ധം ചെയ്യണം റസൂലേ. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കൊതിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സലമ നീ ക്ഷമിക്കണം സലമ, ഈ കാല് പരിശുദ്ധമായ ദീനിന് വേണ്ടി നൽകപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണ് കൂലിയാണ്. സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ശരിയാണ് റസൂലേ, പക്ഷേ എനിക്ക് ഇതേ യുദ്ധത്തിൽ തന്നെ എനിക്ക് ശത്രുവിനെതിരിൽ പടപൊരുതണം റസൂലേ. എനിക്കതിനെ കാല് അനിവാര്യമാണ്. തിരിച്ചു നൽകിയാലും ഹബീബേ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫനഫസ ഫീഹി സലാസ നഫസാത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാല് ചേർത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് 3 ഊതലൂതുകയാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. പരിപൂർണമായി ശമനം വരുകയാണ്. ഒടിഞ്ഞു തുടങ്ങിയ കാലാണ്, അത് തിരിച്ച് ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ മറ്റേ കാലിനേക്കാൾ മുറിവ് പറ്റാത്തതാകുന്ന കാലിനേക്കാൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പിന്നീട് എന്റെ മരണം വരെയും മറ്റേ കാലിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമാക്കപ്പെട്ട ഹുനൈൻ യുദ്ധത്തിന്റെ കളത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ കാലിലേക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആദരത്തിലൂടെ ഒന്നൂതിയതാണ് കാരണമെന്ന് സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു പഠിച്ചു വെക്കണേ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കുറിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ, അവിടുത്തെ ശത്രുക്കൾ വധിച്ചപ്പോൾ, വലിയ കോലാഹലങ്ങൾ ഉണ്ടായ സമയത്ത് നാട് വിട്ടുകൊണ്ട് ഇറാഖിലെ റബദ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സലമ യാത്ര പോവുകയാണ്. ഈ നാട്ടിൽ നിന്നാൽ ഇനി രക്തച്ചൊരിച്ചിലുകളാണ് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ഇറാഖിലെ റബദ എന്ന പട്ടണത്തിലേക്ക് യാത്ര പോയത്രേ. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം ഈ സംഭവം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. വകാന സ്വഹാബത്തു യുസാഫിറൂന ഇലാ റബദ. സ്വഹാബത്തും താബിഈങ്ങളും ശേഷമുള്ളതാകുന്ന സർവ്വ മഹത്തുക്കളും അവർ ഇറാഖിൽ സിയാറത്തിന് വേണ്ടി പോകാറുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ആളുകളോട് അന്വേഷിക്കുകയാണ്, എവിടെയാണ് സലമയുള്ളത്, ഐന സലമതു, എവിടെയാണ് സ്വഹാബിയായ സലമയുള്ളത്? അതാ ഇന്ന സ്ഥലത്താണ്, ഹാഹുനാ സലമ, ഇവിടെയുണ്ട് സലമത്ത് ബിൻ അക്വർ എന്ന സ്വഹാബി എന്ന് പറയപ്പെടുമ്പോൾ അവിടേക്ക് ചെന്നുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ കൈകൾ ചുംബിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കരങ്ങൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ മുആനഖ ചെയ്യുകയാണ്. എന്തിനാണ് ഞങ്ങൾ ഈ കരങ്ങൾ പിടിക്കുന്നത്? പിൽക്കാലത്തുള്ള സ്വഹാബത്തും താബീങ്ങളും പറയുകയാണ്, ഞങ്ങൾ എന്തിനാണ് സലമ ഈ കൈ പിടിക്കുന്നത്, ഇത് ചുംബിക്കുന്നതെന്ന് അറിയുമോ? ഈ കൈകൾ കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിയെ ബൈഅത്ത് ചെയ്തതായ സ്വഹാബിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ നിങ്ങളുടെ കൈകളിൽ വന്നിട്ടുണ്ട്. ആ കൈ മാർദ്ദവമാണ്. അതിന്റെ ബറക്കത്തെടുക്കാനാണ് ഞങ്ങൾ ഈ പരിശുദ്ധമായ ഇറാഖിന്റെ മണ്ണിലേക്ക് വന്നത് എന്ന് സ്വഹാബത്തും താബീങ്ങളും പറയാറുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം, അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഹുനൈൻ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കാല് നഷ്ടപ്പെട്ടു പോയ സ്വഹാബിക്ക് കാല് തിരിച്ചിട്ട് കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഊതല.
ഇന്നും അതാണ് മന്ത്രിച്ചൂത്. ഞാൻ പറഞ്ഞതല്ല, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെതാകുന്ന വിനാശം, ബഹുമാനപ്പെട്ടവരെ ഷഹീദാക്കപ്പെട്ടു. നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായപ്പോഴാണ് നാട് വിട്ടു പോകുന്നത്. മദീന വിട്ട് ഇറാഖിലേക്ക് പോയി ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ പറയുന്നു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അവിടേക്ക് സഹാബത്ത് പോകുമായിരുന്നു. ശേഷമുള്ളതാകുന്ന ആളുകൾ അദ്ദേഹത്തെ കാണാൻ താബീങ്ങളടക്കം പോകും. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുംബിക്കുമെന്നതിന് ഈ കൈ ആരുടെ കൈയുമായി തട്ടിച്ച കയ്യാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് പരിശുദ്ധമായ ദീൻ. ഇത് ദീനാണ്, മനസ്സിലാക്കണം. നമുക്കിത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ടാകും. നബിയുടെ കൈക്ക് എന്താ ഇത്ര പവറോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാ സീത മനുഷ്യനല്ല. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫനീല മിസ്റൻ ثم ബാഖിൽ അൻഹുറു. ബഹുമാനപ്പെട്ടതാകുന്ന മഹല്ലി ഇമാമിന്റെ കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. മഹല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നതാകുന്ന മഹല്ലി എന്ന കിതാബിൽ 1-ാം വാല്യം 18-ാമത്തെ പേജിൽ ഖല്ലൂബിയുടെ ശറഹിൽ കാണാം ഈ ബൈത്ത്. ഒരുപാട് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബഅ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് പരിശുദ്ധ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ടതാകുന്ന കരത്തിലൂടെ പ്രവഹിച്ച വെള്ളമാണ്. മനസ്സിലാക്കണം. അതെപ്പോഴാ ഉണ്ടായത്? ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹിജ്റയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ട് നബിയും സഹാബത്തും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹുദൈബിയയിലെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലേക്ക് വരികയാണ്. ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെയുള്ള യാത്ര. മക്കയിലേക്ക് വരുന്നു. മദീനയിൽ നിന്ന് 450 കിലോമീറ്റർ ആണുള്ളത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് 25 കിലോമീറ്റർ ഇനി അങ്ങോട്ടുള്ളൂ. ഹുദൈബിയയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലേക്കുള്ളൂ. 25 ഇല്ല, അതിൽ താഴെ. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനെയും തടഞ്ഞു. അന്ന് സഹാബത്ത് വളരെയേറെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ല, അംഗസ്നാനം ചെയ്യാൻ വെള്ളമില്ല. ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു സഹാബത്തോട്, നബിയെ വെള്ളമില്ല, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും. ചരിത്രം വിശാലമാണ്. ഹുദൈബിയ സന്ധിയല്ല ഞാനിവിടെ വിശദീകരിക്കുന്നത്. അത് പറയാൻ ദിവസങ്ങളോളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ള വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഒരു ചെറിയ തോൽപാത്രത്തിൽ സഹാബത്ത് വെള്ളം കൊണ്ടുവന്നു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലത് കൈ, ശറഫാക്കപ്പെട്ട വലത് കരം അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരിയിലടക്കം കാണാം മുത്തുനബിയുടെ കൈയുടെ മുസബ്ബിഹാവരിന്റെയും നടുവരിന്റെയും ഇടയിൽ നിന്നായി വെള്ളം അങ്ങനെ പ്രവഹിക്കുകയാണ്. ഒരു വലിയതാകുന്ന ജലാശയം അടക്കെ വെള്ളം അങ്ങനെ ഒഴുകുന്നു. നബി തങ്ങൾ കൈയെടുക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സഹാബത്തും വുളൂ ചെയ്യുന്നു, ആവശ്യം പോലെ കുടിക്കുന്നു. അവരുടെ ഉപയോഗങ്ങൾ മുഴുവനും കഴിയുമ്പോൾ നബി തങ്ങൾ കൈയെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത്ഭുതമെന്ന് പറയട്ടെ, കൈയെടുക്കുന്ന സമയത്ത് പരിപൂർണമായി വെള്ളം നിലയ്ക്കുകയാണ്. കൈ അങ്ങോട്ട് വെക്കുമ്പോ വെള്ളം ഇങ്ങനെ പ്രവഹിക്കുക. അവിടെ ഒരുമിച്ച് ഊരിയതാകുന്ന സ്വഹാബത്ത് മുഴുവനും
അവരെല്ലാവരും ആ വെള്ളം ഉപയോഗിച്ചു എന്ന ചരിത്രം ആലോചിച്ചു നോക്കാം. 1100ഓളം വരുന്ന സ്വഹാബ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതായിരുന്നു എന്ന് എല്ലാ അയിമ്മത്തുകളും ഇജ്മാഅ് പിൽക്കാലത്ത് വന്ന ഇമാമിയങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു. നബി തങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വെള്ളത്തിനാണ് ലോകത്ത് എല്ലാ വെള്ളങ്ങളിലും ഒന്നാം സ്ഥാനം. أفضل المياه ماء قد نبع من بين أصابع النبي المتبع. അന്ന് പരിശുദ്ധമായ ഹുദൈബിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന വിരലിനിടയിൽ നിന്ന് പ്രവഹിച്ചതാകുന്ന വെള്ളം ആ ഹുദൈബിയുടെ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ സ്വഹാബത്തും അത് അനുഭവിച്ചു, ആസ്വദിച്ചു. അവർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ആ വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. തീർന്നില്ല, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു രണ്ടാമത് ശ്രേഷ്ഠതയുള്ള വെള്ളം പിന്നീട് സംസമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദമിട്ടടിച്ച സ്ഥലം, കാൽപാദം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചതാകുന്ന വെള്ളം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിനാൽ കുഴിക്കപ്പെട്ടതാകുന്ന സ്ഥലത്തിലൂടെ പ്രവഹിച്ചതായ വെള്ളം അത് രണ്ടാം സ്ഥാനമാണ്. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ എന്ന് ഉലമാക്കൾ ഏകോപിക്കുകയാണ്. രണ്ടാം സ്ഥാനം സംസം വെള്ളം. ഉലമാക്കൾ പറയുന്നു. തീർന്നില്ല, പിന്നീട് പറയുന്നു ഫൽ കൗസറു. നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ആസ്വദിക്കാൻ തരുന്നതായ ഹൗദുൽ കൗസർ സ്ഥാനത്തിന്റെ വിഷയത്തിൽ മൂന്നാം സ്ഥാനമാണ്. അതെന്താ അങ്ങനെ? ഹൗദുൽ കൗസർ സ്വർഗീയ പാനീയല്ലേ? അതെന്താ മൂന്നാം സ്ഥാനം? ഒന്നാം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളത്തിന്. കാരണം അത് നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതിനാണ് ഒന്നാം സ്ഥാനം. മറ്റേത് നബിക്ക് നൽകപ്പെടുന്നതാണ് ഹൗദുൽ കൗസർ. സ്ഥാനത്തിന്റെ വിഷയത്തിൽ അത് മൂന്ന്. ടേസ്റ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അഹ്ലാ മിനൽ അസലി വഅബിയദു മിനൽ ലബൻ. പാലിനേക്കാൾ നല്ല വെണ്മ, തേനിനേക്കാൾ മധുരമാണ് ഹൗദുൽ കൗസർ. അല്ലാഹു നമുക്കത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. അത്രല്ല, അത് ഒരു വട്ടം ഒരു കവിൾത്തടം കുടിച്ചാൽ പിന്നീട് ഒരു അല്പം പോലും ദാഹമുണ്ടാവില്ല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗദുൽ കൗസർ അല്ലാഹു അത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. പക്ഷേ സ്ഥാനത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വെള്ളം, വിരലിൽ നിന്ന് പുറത്തുവിട്ട വെള്ളം. രണ്ടാമത്തത് പരിശുദ്ധമായ സംസം വെള്ളം. മൂന്നാമത്തത് ഹൗദുൽ കൗസർ. നാലാമത്തത് നൈൽ നദിയിലെ വെള്ളം. മൂസാ നബി അലൈഹിസ്സലാം ഒഴുക്കിവിട്ടതാകുന്ന പെട്ടിയിലാക്കി ഒഴുക്കിവിട്ടതായ നൈൽ നദി, അവിടുന്ന് കളിച്ചു വളർന്നതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിലുള്ളതായ നദി, അത് നാലാം സ്ഥാനമാണ്. പിന്നെ ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ വെള്ളവും ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സമമാണ്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അതിൽ തന്നെ ഒന്നാം സ്ഥാനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച, സ്വന്തം ശരീരത്തിൽ നിന്ന് പരിശുദ്ധമായ ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ട്, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട്, ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് പുറത്തു വന്നതായ വെള്ളം. അത് അന്നുണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും കുപ്പിയിലാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ആ വെള്ളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത് അവിടെ കൊണ്ട് നിലച്ചു പോയി എന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് അന്നുള്ള സ്വഹാബത്ത് മുഴുവനും അനുഭവിച്ചു, അവർക്കത് ലഭിച്ചു. അത് പിന്നീട് ഉണ്ടായിട്ടില്ല. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ വെള്ളം. നബി തങ്ങളുടെ മുഅ്ജിസത്താൻ, മാനുഷികമായ കഴിവാൻ. കയ്യിൽ നിന്ന് എവിടുന്ന വെള്ളം വരിക? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് അല്ലാഹു കൊടുത്തൊരു പവറാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് രണ്ടുപേരും പുറത്തു പോകുമ്പോ നല്ല കൂരിരുട്ടാണ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹു അതാ തന്റെ വലത് കൈ ഒന്ന് അല്പമൊന്ന് ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്,
കൈ പ്രകാശിക്കുകയാണ്. ഇമ്രാൻ റളിയല്ലാഹുവിന്റെ കൈ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രകാശം നിങ്ങളുടെ കൈക്ക് കിട്ടിയത്? ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, മാ മസിസ്തു ബിയമീനി ذكري منذ أني بايعت النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തതിനു ശേഷം നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയിലേക്ക് എൻ്റെ ഈ വലത് കൈ ചേർത്ത് വെച്ചതിനു ശേഷം മാ മസിസ്തു ബിയമീനി ذكري എന്റെ ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. ഇജലാലൻ തഅളീമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇജലാലൻ തഅളീമ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാന ആദരവുകൾ വെച്ചുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് നബി തങ്ങളുടെ കൈ പിടിച്ചതിന് ശേഷം എന്റെ ഈ വലത്തെ കൈ കൊണ്ട് ഒരിക്കലും ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. അത് കാരണമായി ആവശ്യാനുസരണം ഇരുളുകൾ വീഴുമ്പോ എന്റെ ഈ കൈ പ്രകാശിക്കാറുണ്ട് എന്ന് മഹാനാകുന്ന ഇമ്രാൻ റളിയല്ലാഹു അൻഹു. ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരായ വ്യക്തിയാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു സാധാരണ മനുഷ്യനല്ല. സ്വഹാബത്ത് പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ ഖദിമ അലൈനാ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് രാത്രിയിൽ കടന്നു വന്നപ്പോ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രകാശം പൊഴിക്കുന്ന മുഖമാണ്. 14 ഉദിച്ചു നിൽക്കുന്നതായ ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രനെ ഞങ്ങൾ നോക്കുമ്പോ ആ ചന്ദ്രന്റെ പ്രഭയേക്കാൾ പ്രഭയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലുള്ളത്, ആ മുഖകമലത്തിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തിയതായ സംഗതിയല്ലേ. ഞാൻ എന്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് താഴേക്ക് വീഴുകയാണ്. അല്ലാഹ് فإذا دخل علي رسول الله, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നടിച്ചു വീശുന്ന പ്രഭയുടെ കിരണങ്ങൾ കാരണമായി നിലത്ത് വീണ് കിടക്കുന്ന ചെറിയ സൂചി എനിക്ക് കാണാൻ സാധിച്ചു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കേണ്ട പാടാണ്. എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും പ്രകാശം. അതുകൊണ്ടാണ് കാണാതെ പോയ സൂചി കിട്ടിയത്. നമ്മളെ നോക്കിങ്ങനെ നമ്മുടെ വീട്ടുകാർ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ സൂചി നിലത്ത് വീണു. ആകെ വെളിച്ചമുള്ള ഭാഗമാണ് ഡോർ. ഒരിങ്ങനെ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഡോറിന്റെ അടുത്തോട്ട് നമ്മൾ വന്ന് നിന്ന എന്താ പെണ്ണുങ്ങൾ പറയാ, മാറി നിൽക്കാൻ പറയും. കാരണം എന്താ, ഇതെന്താ തപ്പി എടുത്തോട്ടെ എന്ന് പറയും. മൊത്തത്തിൽ ഇരുട്ടായി, ഡാർക്കായി. ഒന്നാമത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെളിച്ചം വരുന്ന വാതിലിലേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നത്. ഭർത്താവ്. അപ്പൊ എന്താ പറയാ, ഓടിച്ചില്ലേ. ഇത് നേരെ തിരിച്ച നബി അങ്ങോട്ട് വന്നപ്പോ ആ ഇരുട്ടത്തത് ഞാൻ കണ്ടു, വൃത്തിയായി നിലത്ത് വീണ സൂചി കണ്ടു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പൊ ആ നബി ആരാണ് മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ.